ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുമിത്രയും സുമിത്രയുടെ മകളും തമ്മിൽ ഒന്നിച്ചു. പക്ഷേ മകൾ എന്തൊക്കെയോ ദുരൂഹത നിറച്ചുകൊണ്ടാണ് അമ്മയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇതേ സമയത്ത് നമ്മുടെ പൂജമോളാണെങ്കിൽ ചിത്രയുടെയും അതുപോലെ തന്നെ ദീപുവിൻ്റെയും മനസ്സിൽ എന്തെങ്കിലും കള്ളത്തരം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള പരീക്ഷണത്തിലും ഒക്കെയാണ്. ചിത്രയുടെ മനസ്സിൽ കള്ളത്തരങ്ങളില്ല എന്ന് മനസ്സിലാക്കിയെടുത്തു നമ്മുടെ പൂജ ഇനി അങ്കിളിൻ്റെ മനസ്സറിയാനുള്ള പരിശ്രമത്തിലാണ്. അങ്ങനെ അങ്കിളിൻ്റെ നാവിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്നറിയാനായിട്ട് പൂജ ശരിക്കും കിടന്ന് പരിശ്രമിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കിയ പൂജയാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് അറിയാതെ നമ്മുടെ ദീപുവാണെങ്കിൽ നല്ല പരിശുദ്ധാത്മാവായിട്ട് ഇങ്ങനെ അഭിനയിച്ച് തകർക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ സമയത്താണ് നമ്മുടെ സുമിത്ര മകളെ വിളിച്ചിട്ട് മകളുടെ വീട്ടിലേക്ക് പോകാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നതും അതുപോലെ തന്നെ മോളോട് വഴിയും കാര്യങ്ങളും എവിടെയാണ് താമസിക്കുന്നത് തുടങ്ങിയ വിവരങ്ങളൊക്കെ ചോദിക്കുന്നത്. അതൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ മകളാണെങ്കിൽ അമ്മയെ അങ്ങോട്ട് കൊണ്ടുവരാതിരിക്കാനുള്ള പരിശ്രമങ്ങൾ ഇവിടെ അമ്മ ഇങ്ങോട്ട് വരണ്ട, ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം, ഞാനൊരു ഉച്ചയൊക്കെ ആകുമ്പോൾ എത്തിക്കോളാം എന്ന് പറഞ്ഞു. അപ്പം മോൾ വരുമ്പോഴേക്കും മോൾക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ടാക്കി കൊടുക്കാനുള്ള ആ ഒരു ആകാംക്ഷയും സ്നേഹപ്രകടനങ്ങളും ഒക്കെ സുമിത്ര ഇങ്ങനെ നടത്തണു. നിൻ്റെ ആ ടേസ്റ്റും അമ്മ വിളമ്പി തരുന്ന ആ ഒരു ഇതൊന്നും മാറിയിട്ടില്ലല്ലേ മോളെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒന്നും മാറിയിട്ടില്ല അമ്മയെന്ന് മകളും പറഞ്ഞു. മോൾ എത്രയും പെട്ടെന്ന് എത്തണട്ടോ എന്ന് പറഞ്ഞ് സുമിത്ര ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മുടെ ശീതൾ ഇങ്ങനെ നിൽക്കുമോ, ശീതൾ ആലോചിക്കുകയാണ് ഞാൻ എന്താണ് അവിടെ ചെന്നിട്ട് അമ്മയോട് പറയുന്നത്. അമ്മ സ്വന്തം വീട്ടിലേക്ക് വരാൻ ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ വരരുത് അമ്മേ എന്ന് പറയാൻ, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥ അമ്മയോട് പറയാൻ തന്നെ കൊണ്ട് കഴിയുന്നില്ലല്ലോ എന്ന് ശീതൾ ചിന്തിക്കുക. അപ്പോൾ അത്രയ്ക്ക് ഗതികെട്ട ഒരവസ്ഥയിലാണ് ശീതൾ ജീവിക്കുന്നത്. ശീതളിന് ശാരീരികമായും മാനസികമായും നല്ല പീഡനങ്ങളാണ് സച്ചിൻ്റെ കയ്യിൽ നിന്നും ഏറ്റുകൊണ്ടിരിക്കുന്നത്. അത് അമ്മയോട് പറയാനായിട്ട് കഴിയില്ലല്ലോ. അമ്മയോട് പറഞ്ഞാൽ അമ്മ തകർന്നു പോകുമെന്ന് ശീതളിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ശീതൾ മാക്സിമം അതും മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ആ ഒരു ശ്രമങ്ങളും കാര്യങ്ങളുമായിട്ട് ശീതൾ ഒരുങ്ങിതേ അമ്മയെ കാണാനായിട്ട് പോണു. അങ്ങനെ അമ്മയെ കാണാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര സ്നേഹവും കാര്യങ്ങളും മകളോട്. ആ മോള് വന്നോ എന്നൊക്കെ ചോദിച്ചോ, വിളിച്ചിരുത്തി വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു. അങ്ങനെ വർത്തമാനങ്ങളൊക്കെ പറയുന്നു. ഈ സമയത്ത് മോൾ എന്തുകൊണ്ടാണ് അമ്മയോട് വീട്ടിലേക്ക് വരണ്ട എന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അമ്മ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടുന്നതെന്ന് ഓർത്തിട്ടാണ്. അമ്മ എന്തോരം നടന്നാലാ, ഇനിയിപ്പം വീട്ടിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ടാക്സി പിടിച്ചോ അല്ലെങ്കിൽ ബസ്സിനൊക്കെ കയറി വരണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ടാണെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മോളുടെ വീട്ടിലേക്ക് എൻ്റെ മോളെ കാണാൻ വരുന്നതിന് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിന് എന്താ മോളെ കുഴപ്പം എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ സുമിത്ര ഇങ്ങനെ ചോദിക്കുന്നു. വേണ്ട അമ്മേ, എന്തായാലും ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ, അത് പോരെ, അമ്മയ്ക്ക് എന്നെ കണ്ടാൽ പോരെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പം അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് മതി എന്ന് സുമിത്രയും പറയണു. അങ്ങനെ അമ്മയും മോളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സുമിത്ര വേഗം തന്നെ മകൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു ഫുഡൊക്കെ എടുത്ത് കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് കഞ്ഞി തന്നാൽ മതി അമ്മയെന്ന് പറഞ്ഞു. അതായത് അമ്മയുടെ കൈകൊണ്ടുണ്ടാക്കിയ കഞ്ഞി കിട്ടാനാണ് ശീതളിന് ഏറ്റവും കൂടുതൽ ആഗ്രഹം. അപ്പോൾ ശീതളിൻ്റെ സ്വഭാവങ്ങൾക്കൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ലെന്ന് സുമിത്രയ്ക്ക് അന്നേരം മനസ്സിലായി. ഈ പെണ്ണിൻ്റെ ഒരു കാര്യം എന്നും പറഞ്ഞ് സുമിത്ര എന്ത് ചെയ്തു, അതെടുത്ത് കൊടുക്കുന്നു. ആ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് സുമിത്ര. മോൾ അതിനനുസരിച്ച് തിരിച്ച് മറുപടിയും പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ സുമിത്ര ശീതളിൻ്റെ കയ്യിലേക്ക് ശ്രദ്ധിച്ചു. അപ്പോൾ രണ്ട് കയ്യിൽ നിറച്ച് കുപ്പിവിളയാണ് കിടക്കുന്നത്. നോക്കിയപ്പോൾ കുപ്പിവിളയുടെ സൈഡിൽ കൈ ഇങ്ങനെ പോറി മുറിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സുമിത്ര മോളെ ഇതെന്താ കയ്യിൽ പറ്റിയെന്ന് ചോദിച്ചു. പെട്ടെന്ന് മോള് കയ്യിലേക്ക് നോക്കി. പെട്ടെന്ന് വെപ്രാളം കയറി ഒന്നുമില്ലമ്മേ എന്നും കിടന്ന് ഇങ്ങനെ ബപ്പപ്പ വെച്ച് സംസാരിക്കുക. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒന്നുമില്ലാഴികയിൽ ഇതെന്താ പറ്റിയതെന്ന് പറ മോളെന്നും പറഞ്ഞു സുമിത്ര കുറേ നിർബന്ധിക്കുന്നുണ്ട്. പക്ഷേ അവിടെ നിന്ന് ആര് കേൾക്കാൻ, ഇതൊന്നും ഇല്ല എന്നും പറഞ്ഞ് ഇങ്ങനെ പറയാം. അപ്പോഴേക്കും നമ്മുടെ സുമിത്ര പറഞ്ഞു, മോളെ അമ്മയോട് നീ മറച്ചു വെക്കരുത്, എൻ്റെ മോൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ശീതളാണെങ്കിൽ സുമിത്രയെ നോക്കി ഒരു ഒറ്റ കരച്ചിലായിരുന്നു. പിടിച്ചു നിർത്താൻ കഴിയാത്ത സങ്കടങ്ങൾ അണ്ണ പൊട്ടി ഒഴുകിയെന്ന് പറയുന്നത് പോലെ അങ്ങനെ ഒരു കരച്ചിൽ. അപ്പോൾ എന്താ എൻ്റെ പൊന്നുമോക്ക് പറ്റിയെന്ന് ചോദിച്ചു. സുമിത്ര കുറേ ചോദിച്ചു. അപ്പോൾ അമ്മ എന്നോടൊന്നും ചോദിക്കരുതെന്നും ഞാനൊന്നും പറയില്ല എന്നുമൊക്കെയുള്ള കാര്യങ്ങൾ ശീതൾ ഇങ്ങനെ എന്നിട്ട് സുമിത്രയോട് പറയുക. അപ്പോൾ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മകളുടെ ജീവിതത്തിൽ എന്തോ ഒരു വലിയ ദുഃഖമുണ്ടെന്നുള്ള കാര്യം സുമിത്രയ്ക്ക് മനസ്സിലായി. സുമിത്രയോടൊന്നും വിട്ടു പറയാൻ ശീതൾ തയ്യാറാകുന്നു. ഈ സമയത്ത് സുമിത്ര ഇങ്ങനെ രണ്ടും കൽപ്പിച്ച് തന്നെ അങ്ങനെ ഇരിക്കുക. വേറൊന്നും കൊണ്ടല്ല, മകളുടെ ഈ ഒരു അവസ്ഥ എന്താണെന്ന് കണ്ടുപിടിക്കണം. അത് മോള് പോലും അറിയാതെ കണ്ടുപിടിച്ച് അത് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ പരിഹരിക്കണം. അങ്ങനെ ഒരു തീരുമാനമാണ് നമ്മുടെ സുമിത്ര എടുത്തിരിക്കുന്നത്. അപ്പോൾ സുമിത്ര അതിനെപ്പറ്റിയൊക്കെ തീരുമാനിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. അതിനുശേഷം പിന്നെ ശീതളിനോട് കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. അത് കഴിഞ്ഞപ്പോഴേക്കും സമയം ഒത്തിരി ആയമ്മേ ഞാൻ പോവുകയാണെന്നും പറഞ്ഞുകൊണ്ട് ശീതൾ ഇങ്ങനെ അമ്മയോട് പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുമ്പോൾ കുറച്ച് നേരം കൂടി ഇരുന്നിട്ട് പോയാൽ പോരെന്ന് ചോദിച്ചു. ഇല്ല അമ്മേ, മോള് വരുമ്പോഴേക്കും പോകണം എന്നും പറഞ്ഞ് ശീതൾ പോകുക. അങ്ങനെ ശീതൾ അവിടെ നിന്ന് അങ്ങ് പോയി. ഇത് കഴിഞ്ഞപ്പോഴേക്കും എന്നാലും എന്തായിരിക്കും ശീതളിന് പറ്റിയത്, ശീതൾ എന്തായിരിക്കും തന്നിൽ നിന്ന് മറയ്ക്കുന്നത് എന്നൊക്കെ സുമിത്ര ഇങ്ങനെ അവിടെ നിന്ന് ചിന്തിക്കുക കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ അത് കണ്ടുപിടിക്കണം. ആ ഒരു രീതിയിലൊക്കെ സുമിത്ര നിന്ന് ആലോചിക്കുന്നു. അന്ന് സച്ചിനെ കണ്ടപ്പോൾ സച്ചിൻ അത് മൈൻഡ് ചെയ്യാതെ പോയത്, ആ ഒരു അവസ്ഥകളെ പറ്റിയൊക്കെ ചിന്തിക്കുന്നുണ്ടേ. അങ്ങനെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ കഴിഞ്ഞു.
ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ ദീപുവിനെയാണ് കാണിക്കുന്നത്. ദീപു ആണെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ എവിടെയോ നിന്ന സമയത്ത് ദീപുവിനെ കാണാനായിട്ട് ആ ഒരു വ്യക്തി അങ്ങോട്ടേക്ക് വന്നു. അതായത് ആ ഒരു പലിശക്കാരൻ വ്യക്തി അങ്ങോട്ടേക്ക് വന്നു. അയാൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും ദീപുവിന് ഇയാളെ കണ്ടപ്പോൾ പേടിച്ച് വിറച്ച് ഇങ്ങനെ നിൽക്കുക. ദീപു ആണെങ്കിൽ കയ്യിലൊരു പെട്ടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. ദീപുവിൻ്റെ കയ്യിലിരിക്കുന്ന പെട്ടി ഇറങ്ങി വന്ന പാടെ ആ പലിശക്കാരൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഗുണ്ട കയ്യിൽ നിന്ന് പിടിച്ചു വലിച്ച് മേടിച്ചുകൊണ്ട് പോയി. എന്നിട്ട് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും കാര്യങ്ങളൊക്കെയാണ്. കൂടുതൽ കളിച്ചിട്ടുണ്ടെങ്കിൽ ദീപു താമസിക്കുന്ന വീടും തൻ്റെ കയ്യിൽ ഇരിക്കുമെന്നും പറഞ്ഞ് അയാൾ ദീപുവിനെ പേടിപ്പെടുത്തുക. അങ്ങനെ പേടിപ്പിച്ചപ്പോഴേക്കും ദീപു പറഞ്ഞു, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്, ഞാൻ നിങ്ങൾക്കൊന്നും എതിരായിട്ട് ഒന്നിനും പോയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഈ ഒരു കാര്യം ഈ രഞ്ജിത വിളിച്ച് പറഞ്ഞ് കൊടുത്തിട്ടാണ് അയാൾ ദീപുവിനെ കാണാൻ വന്നത്. പക്ഷേ ഇയാൾ മുഖേന ദീപു അവിടെ കിടന്ന് വട്ടക്കൊട്ടയിൽ വെള്ളം കോരണ സമയത്ത് വീണ്ടും രഞ്ജിതയെ തേടി ആ അനോണിമസ് കോൾ എത്തുന്നു. അങ്ങനെ എത്തി താൻ എന്തൊക്കെ ചെയ്താലും എൻ്റെ പ്രവർത്തികളെ തിരുത്താൻ കഴിയില്ലെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ അജ്ഞാതൻ്റെ രഞ്ജിതയ്ക്ക് ഓരോ നിമിഷവും പേടി സ്വപ്നം ആയിക്കൊണ്ടിരിക്കുക. ലാസ്റ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് രഞ്ജിതയ്ക്ക് ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങി. കാരണം ഒരു രീതിയിലും രഞ്ജിത അനങ്ങാൻ പോലും സമ്മതിക്കുന്നില്ല. രഞ്ജിതയുടെ ചതികൾ ഓരോന്നോരോന്നായിട്ട് പൊഴിഞ്ഞു വീണുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ദീപു അല്ല കളിക്കുന്നതെന്നുള്ള കാര്യം പുള്ളിക്കാരിക്ക് വ്യക്തമായി മനസ്സിലായി. അങ്ങനെ ദീപുവിനെ കരുവാക്കി അങ്ങനെ രക്ഷപ്പെടാമെന്നൊന്നും നീ വിചാരിക്കേണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഈ പുള്ളിക്കാരൻ പറയണ്ട്. ഇതൊക്കെ കേട്ടപ്പോൾ രഞ്ജിതയ്ക്ക് ഏതാണ്ട് മനസ്സിലായി ഇതിനകത്ത് ദീപുവിന് പങ്കൊന്നും ഇല്ല എന്നുള്ളത്. അത് കഴിഞ്ഞപ്പോഴേക്കും ദീപുവിൻ്റെ ആ ഒരു അവസ്ഥകളെല്ലാം വളരെ ദയനീയമായി. ലാസ്റ്റ് ഇയാൾ കളിച്ച് ദീപുവിൻ്റെ വീട്ടിലേക്ക് ചെന്നു. ദീപുവിൻ്റെ വീട്ടിലേക്ക് ഇയാൾ ചെല്ലുമ്പോൾ നമ്മുടെ ചിത്രയ്ക്ക് ഇതൊന്നും അറിയത്തില്ലല്ലോ. ചിത്ര ചോദിച്ചു ആരാ എന്താണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഈ വീടിൻ്റെ ഉടമസ്ഥനാണെന്ന് പറഞ്ഞു ഇയാൾ. ഉടമസ്ഥനോ? നിങ്ങൾ ആരാ എന്ത് തോന്നിവാസം ഈ പറയുന്നതെന്നൊക്കെ ചോദിച്ചു ചിത്ര ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും നിങ്ങൾക്കൊന്നും അറിയില്ലെങ്കിൽ ഭർത്താവിനോട് ചോദിക്കാൻ പറഞ്ഞു ഈ പറയുന്ന ആൾക്കാർ. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചിത്രയാകെ പേടിച്ചിങ്ങനെ നിൽക്കുക. കാരണം വന്നിരിക്കുന്നത് ആരാണെന്നോ അവരുടെ ഉദ്ദേശം എന്താണെന്നോ അവരെന്തിനാണ് ലക്ഷ്യം വെക്കുന്നതെന്നോ ഒന്നും ചിത്രയ്ക്ക് അറിയില്ല. ചിത്ര ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നു. ഈ ഒരു സംഭവങ്ങളും കാര്യങ്ങളും അവിടെ ഇങ്ങനെ നടക്കുന്നു. ഇതേ സമയത്ത് നമ്മുടെ സരസ്വതി അമ്മ കാലങ്ങൾക്ക് ശേഷം സുമിത്ര തിരിച്ചെത്തിയ വിവരം അറിഞ്ഞു തപ്പി തേടി വരുന്നു സുമിത്രയെ കാണാനായിട്ട്. അപ്പോൾ സുമിത്ര ഇങ്ങനെ വീട്ടിലുണ്ടായിരുന്നു. സരസ്വതിയമ്മ വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോൾ സുമിത്ര ഇത് കണ്ടു. സരസ്വതിയെ കണ്ട് സുമിത്ര ഞെട്ടിപ്പോയി. ഒട്ടും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ടാണല്ലോ സുമിത്രയുടെ കാല് പിടിച്ച് സരസ്വതി എത്തിയിരിക്കുന്നത്. സരസ്വതി കയറി വന്നു കഴിഞ്ഞപ്പോൾ സുമിത്രയെ കണ്ടു. ഇങ്ങനെ അടിമുടി നോക്കുക. മോളെ സുമിത്രേ, ഇത് സുമിത്ര തന്നെയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഈ സരസ്വതി ഇങ്ങനെ ചോദിച്ചു. അപ്പോഴേക്കും എന്താ സംശയമുണ്ടോ? സംശയിക്കണ്ട, നിങ്ങൾ ആട്ടി ഇറക്കി വിട്ട സുമിത്ര തന്നെയാണ് ഞാനെന്നും സുമിത്ര ചത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുമിത്ര ഇങ്ങനെ പറഞ്ഞു. അപ്പോഴേക്കും മോളെ നീ ശവത്തെ കുത്തരുതെന്നും പറഞ്ഞ് സരസ്വതി നിന്ന് സുമിത്രയുടെ കയ്യിലൊക്കെ പിടിക്കുക. ഇതിപ്പോൾ ജീവനുള്ളത് തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടെന്നുള്ള രീതിയിലാണ് സുമിത്ര അതിനെ കാണുന്നത്. അങ്ങനെ അവർ തമ്മിൽ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ എവിടെ നിന്നാണ് വരുന്നത്, എങ്ങനെയാണ് എന്നെ തേടിപ്പിടിച്ച് വന്നത്, എന്തിനാണ് എന്നെ തേടിപ്പിടിച്ച് വന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സുമിത്ര ഇങ്ങനെ ചോദിച്ചു. സുമിത്ര അത് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും താൻ ഇത്രയും നാളും ഒരു വൃദ്ധസദനത്തിലായിരുന്നു എന്നും ആരും തിരിഞ്ഞു നോക്കാനുണ്ടായിരുന്നില്ലെന്നും നീ വന്ന വിവരങ്ങളെപ്പറ്റി അറിഞ്ഞിട്ടാണ് ഞാൻ വന്നതെന്നും എൻ്റെ മോൾ എന്നെ കൈയൊഴിയരുതെന്നൊക്കെ പറഞ്ഞ് സുമിത്രയുടെ കാല് പിടിക്കുക. അതായത് ഒരു താമസ സ്ഥലത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു മൂലയിൽ ചുരുണ്ട് കൂടിക്കോളാം എന്നും പറഞ്ഞുകൊണ്ടാണ് സുമിത്രയുടെ കാല് പിടിക്കുന്നത് സരസ്വതി അമ്മ. അപ്പോൾ സുമിത്രയ്ക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ദയം അവരോട് തോന്നുന്നില്ല, ഒരു മര്യാദയും അവരോട് കാണിക്കാൻ സുമിത്രയ്ക്ക് തോന്നുന്നില്ല. അപ്പോൾ സുമിത്ര പറഞ്ഞു, ഇപ്പോൾ എൻ്റെ ജീവിതം വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോവുകയാണെന്നും എൻ്റെ ലക്ഷ്യങ്ങൾ എനിക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നുണ്ടെന്നും നിങ്ങളെ കൂടെ കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും എനിക്ക് സാധിക്കില്ലെന്നും പറഞ്ഞു കഴിഞ്ഞപ്പം ഒരിക്കലും പഴയ സരസ്വതിയായിട്ടല്ല മോളെ ഞാൻ തിരിച്ചു വന്നിരിക്കുന്നത്. ഞാൻ തിരിച്ചു വന്നിരിക്കുന്നത് പുതിയൊരു വ്യക്തിയായിട്ടാണെന്നും നിൻ്റെ കൂടെ എനിക്ക് ജീവിക്കണമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. സുമിത്രയാണെങ്കിൽ ആട്ടി ഓടിച്ചിട്ടും ഈ പുള്ളിക്കാരി പോണില്ല. എനിക്ക് നിന്റെ കൂടെ താമസിച്ചേ പറ്റൂ, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ലെന്നും പറഞ്ഞുകൊണ്ട് സുമിത്രയുടെ കാലെ പിടിച്ച് കിടക്കണം. ഒറ്റ കാലിൽ തന്നെ നിൽക്കുക ഈ സരസ്വതി. അങ്ങനെ സരസ്വതി അമ്മയെ ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോലും സുമിത്രയെ കൊണ്ടുവരുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. സുമിത്ര അങ്ങനെ ആ ഒരു ത്രിശങ്കുവിൽ നിൽക്കുന്ന സമയത്താണ് ദീപുവിൻ്റെ കള്ളക്കളികൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ പൂജമോൾ ഓരോ പ്രവർത്തികൾ ചെയ്യുന്നത്. പക്ഷെ പൂജയുടെ ഓരോ ചലനങ്ങൾക്കും അപ്പുറത്ത് പങ്കജിൻ്റെ കണ്ണുകളുണ്ട്. കാരണം പൂജ എന്താണ് ചെയ്യുന്നത്, പൂജ എന്തൊക്കെ മനസ്സിലാക്കിയെന്നും പൂജയുടെ മനസ്സിലിപ്പോൾ എന്തൊക്കെയുണ്ടെന്നും എല്ലാം വ്യക്തമായിട്ട് പൂജ പോലും അറിയാതെ പങ്കജ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് പൂജ ഇതുമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം പങ്കജിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ പൂജയുടെ ഓരോ ചലനങ്ങളിലും പങ്കജ് ഒരു CID പോലെ ഈ പുറകെ ഇങ്ങനെ സൂക്ഷ്മമായി സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്നു.
ഇതൊന്നും അറിയാതെ തൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ പൂർത്തീകരിക്കാനും അല്ലെങ്കിൽ ദീപുവിൻ്റെ കള്ളക്കളികൾ കണ്ടുപിടിക്കാനുമായിട്ടാണ് നമ്മുടെ പൂജ ഇറങ്ങിയിരിക്കുന്നത്. പൂജ ഇതിനെ ഇറങ്ങിയതോടുകൂടി ദീപുവിൻ്റെ ജീവിതം അധോഗതിയിലായി. കാരണം ദീപുവിൻ്റെ കിടപ്പാടത്തിലേക്ക് വരെ പലിശക്കാർ കയറി കളിക്കാൻ തുടങ്ങി, രഞ്ജിത കളിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നമ്മുടെ അടുത്ത ആഴ്ചത്തെ കഥ വരുന്നത്. എല്ലാവരും കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി 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 നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.